നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൃഷിക്കൊപ്പം കളമശ്ശേരി. ഓണത്തിനുള്ള നെല്ല്, പൂവ്, പച്ചക്കറി എന്നിവയുടെ മണ്ഡലതല നടീൽ ഉദ്ഘാടനം കരുമാലൂരിൽ നടന്നു. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് മൂലം നിലം പൊത്തിയത് 300ഓളം ഏത്തവാഴകൾ. തുരുത്തിപ്പുറം സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കാരുണ്യ പെൻഷൻ വിതരണവും സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് PV ലാജു ഉദ്ഘാടനം ചെയ്തു. ഇനി വിശദമായ വാർത്തകളിലേക്ക്. കൃഷിക്കൊപ്പം കളമശ്ശേരി. ഓണത്തിനുള്ള നെല്ല്, പൂവ്, പച്ചക്കറി എന്നിവയുടെ മണ്ഡലം തല നടീൽ ഉദ്ഘാടനം കരുവാലൂരിൽ നടന്നു. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി രാജീവ് കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് പൂവ്, പച്ചക്കറി, നെല്ല് എന്നിവ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞാറ്റുവേല ദിനത്തിൽ നടീൽ ഉദ്ഘാടനം നടന്നത്. പദ്ധതിയുടെ കളമശ്ശേരി മണ്ഡലത്തിലെ ഉദ്ഘാടനം കരുമാലൂർ പഞ്ചായത്തിലെ ഷാപ്പുവടിയിൽ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കൃഷിക്ക് ആവശ്യമായ ജലലഭ്യത ഉറപ്പാക്കുന്നതിനായി മണ്ഡലത്തിൽ 8 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയതായി മന്ത്രി പറഞ്ഞു. ബാങ്കുകൾ തമ്മിലൊരു മത്സരം വേണം. ആരാണ് മുമ്പിൽ? ഇപ്പോൾ 4 നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടുള്ളൂ. ശർക്കര തുടങ്ങി, അലങ്ങാട് പൈലറ്റ് കഴിഞ്ഞു, പിന്നെ ഈ 3 ബാങ്കാണ്. എല്ലാ ബാങ്കും ഇപ്പോൾ കർഷകന് ഏത് സീസൺ, ഇപ്പോൾ പെട്ടെന്ന് കുറേ കപ്പ വന്നു, ഒന്നിച്ച് കപ്പ വന്നാൽ സ്വാഭാവികമായിട്ടും വില കുറയും. എന്നാൽ അത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ, പൊടിച്ച് സംഭരിക്കാൻ, അല്ലെങ്കിൽ മറ്റിതിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ നല്ല വില കിട്ടും. അതുകൊണ്ട് കർഷകന് നമ്മളിപ്പോൾ എത്ര പ്രസംഗം നടത്തിയാലും കർഷകന് ലാഭം ഉണ്ടായാലാണ് കൃഷിയിലേക്ക് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മന്ത്രി വന്ന് നടണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ നിന്നേക്കാം എന്ന് കർഷകൻ നോക്കുള്ളൂ. പക്ഷെ വിളവ് കിട്ടിയോ, അതിന് നല്ല വില കിട്ടിയോ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയോ, എങ്കിലാണ് ആരും വരണ്ട, മന്ത്രിയും വരണ്ട, ഉദ്യോഗസ്ഥരും വരണ്ട, കർഷകൻ കൃഷി നടത്തിക്കോളൂ. അപ്പം അതിനുള്ള ശ്രമമാണ് ഈ കൃഷിക്കൊപ്പം കളമശ്ശേരി. കരുമാലൂർ ഈ മണ്ഡലത്തിൽ ഏറ്റവും സമ്പന്നമായ കാർഷിക ഗ്രാമങ്ങളിലൊന്നാണ്. നമുക്ക് നന്നായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എല്ലാ പഞ്ചായത്തും, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഉപദേശക സമിതി ഉണ്ട്. അതെല്ലാം ചേരണം. നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോൾ അതിൻ്റെ സമ്മേളനങ്ങളെല്ലാം ചേർന്നുകൊണ്ടിരിക്കുന്നു. 159 ഗ്രൂപ്പുകൾ. പിന്നെ തൊഴിലുറപ്പ്, അവരും പ്രധാനമാണ്. ഇതെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ 327 കോടിയുടെ സമഗ്രമായൊരു പദ്ധതിയാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ 18 കോടിയുടെ പദ്ധതി ഇപ്പോൾ ജലസേചനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 40 കോടിയുടെ അധികം പദ്ധതി തൊഴിലുറപ്പിൻ്റേതാണ്. തൊഴിലുറപ്പിൻ്റെ ആ വിഹിതത്തിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ബാക്കി നമ്മൾ സമാഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് പിടിച്ചാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഈ നാട്ടിൽ നല്ല മാറ്റമുണ്ടാക്കാൻ കഴിയും. അതിന് എല്ലാവരും സഹകരിക്കണം. കഴിഞ്ഞ തവണ നമുക്ക് കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ കാർഷികോത്സവം വലിയ വിജയമായിരുന്നു. ഇത്തവണയും കളമശ്ശേരിയിൽ വെച്ച് തന്നെ നടത്താനാണ് കണ്ടിട്ടുള്ളത്. അതിന് മുന്നോടിയായി ഓരോ പഞ്ചായത്തിലും കർഷകരുടെ സംഗമങ്ങൾ, കൂണ് കർഷകരുടെ, കൂവ കർഷകരുടെ, നെൽകർഷകരുടെ. ഇപ്പോൾ നെല്ല് ഇവിടെ നിന്ന് നമ്മുടെ സംഘം കണ്ണൂർ മാടായിപ്പോയി അല്ല മയ്യിൽ പോയിട്ട് അവിടുത്തെ കൃഷിരീതി അവർ പഠിച്ചു. ഇത്തവണ പൂർണ്ണമായിട്ട് അത് അപ്പടി നടപ്പിലാക്കിയെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം അതിൻ്റെ ചില കാര്യങ്ങൾ കൂടി നടപ്പിലാക്കിയപ്പോൾ തന്നെ ഇവിടെ ഉൽപാദന വർധനവുണ്ടായി. അല്ലേ? നമ്മുടെ കർഷകൻ ഇവിടെ ഫ്രാഞ്ചി കർഷകൻ നല്ല രീതിയിൽ തന്നെ വിളവുണ്ടായി. നമ്മുടെ പ്രായമുള്ള കർഷകൻ ഉണ്ടായിരുന്നു, നമ്മുടെ അവാർഡ് ജേതാവ് പോയോ? ഇവിടെ ഇരിക്കും. ഈ വേദിയിൽ കർഷകൻ അവാർഡ് കിട്ടിയ ഇവിടെ ഇരിക്കും. വിജയ ഇവിടെ ഇരിക്കും. അപ്പോൾ ഇത്തവണ നെല്ല് നല്ല രീതിയിൽ നമുക്ക് ഉൽപാദനക്ഷമത വർദ്ധിച്ചു. അടുത്ത തവണ നമുക്കത് ഒന്നുകൂടി നല്ല രീതിയിൽ അവിടെ ഇരിക്കും. കർഷകരെല്ലാം ഇരിക്കണ്ടേ പ്രധാനമായിട്ട്. അപ്പം അങ്ങനെ അടുത്ത തവണ നമുക്ക് കുറേ കൂടി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. നല്ല രീതിയിലാണ് ഇവിടെ കർഷക സമിതികൾ, സഹകരണ സംഘങ്ങൾ, കൃഷി വകുപ്പ് പണ്ട് പറയും ഇവർ മണ്ണിലിറങ്ങില്ല, ഓഫീസിലിരിക്കുള്ളൂ എന്ന്. പക്ഷെ ഇപ്പോൾ എല്ലാവരും മണ്ണിൽ തന്നെയാണ്, അല്ലേ? പാടത്ത് തന്നെയാണ് എല്ലാവരും. നല്ല രീതിയിൽ തന്നെ അവരിടപെടുന്നുണ്ട്. ഇറിഗേഷൻ ഇടപെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തൊരുമിച്ച് പിടിക്കാം, നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓണത്തിന് ഇത്തവണ നല്ല പൂക്കളെല്ലാം എല്ലാവരും ഇവിടെ നട്ടത് പോരാ, എല്ലാ പ്രദേശങ്ങളിലും നന്നായി പൂക്കളും എല്ലാം നട്ട് അതിനാവശ്യമായ വിത്തും സഹായവും ബാങ്കും കൃഷി വകുപ്പൊക്കെ കൂടി നൽകണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീരേന്ദ്ര ലാലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
കരിമാനൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കരിമാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ജോസാൽ ഫ്രാൻസിസ് തോപ്പിൽ നിർവഹിച്ചു. ആലങ്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, ആലങ്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് PM മനാഫ്, കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം KV രവീന്ദ്രൻ, നീരിക്കോട് ബാങ്ക് പ്രസിഡന്റ് MK ബാബു, കടിങ്ങല്ലൂർ ബാങ്ക് പ്രസിഡന്റ് VM ശശി, കരിമാനൂർ ബാങ്ക് സെക്രട്ടറി PP ജീസൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ദു P നായർ, അസിസ്റ്റന്റ് ഡയറക്ടർ PN രാജു, കൃഷി ഓഫീസർ എൽസ ജെയിൽസ് തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് മൂലം നിലംപൊത്തിയത് 300ഓളം ഏത്തവാഴകൾ. കുന്നുകര പൊക്കത്ത് വീട്ടിൽ സമതിന്റെ വിളവെടുക്കാൻ പാകമായ ഏത്തവാഴകളാണ് അപ്പാടെ നിലംപൊത്തിയത്. ജപ്തി ഭീഷണി നേരിടുന്ന കർഷകന്റെ ഒടുവിലത്തെ പ്രതീക്ഷയാണ് മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഈ വാഴകളെത്രയും. കുന്നുകര പഞ്ചായത്തിലെ മികച്ച കർഷകരിൽ ഒരാളായ കുന്നുകര എടാക്കുളം പൊക്കത്ത് വീട്ടിൽ സമതിൻ്റെതാണ് ഈ വാഴകൾ. വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ആവശ്യത്തിന് ബാങ്കിൽ നിന്നും എടുത്ത ലോൺ തുടർച്ചയായി ഉണ്ടായ കൃഷിനാശവും ക്യാൻസർ രോഗിയായ ഭാര്യയുടെ ചികിത്സയുമെല്ലാം തിരിച്ചടവിനെ ബാധിച്ചു. തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുകയാണ്. കിടപ്പാട നഷ്ടമാകാതിരിക്കാൻ ഇക്കുറി 1500ഓളം വാഴകൾ വയ്ക്കുകയും മികച്ച വിളവിനായി രാവും പകലും അധ്വാനിക്കുകയും ചെയ്തു. വിളവെടുക്കാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് അപ്രതീക്ഷിതമായി എത്തിയ വേനൽ മഴ സമതിന്റെ സ്വപ്നങ്ങൾ ഇത്രയും തകർത്തത്. തുടർച്ചയായി വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം വാഴകളിൽ പഴുപ്പ് ബാധിച്ച് ഒന്നൊന്നായി നിലംപൊത്താൻ തുടങ്ങി. 300-ലധികം വാഴകൾ ഇപ്പോൾ തന്നെ നിലംപൊത്തിയിട്ടുണ്ട്. പുറപ്പള്ളിക്കാവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ഷട്ടർ തുറന്ന് അങ്കമാലി മാഞ്ഞാലിത്തോട്ടിലെ അധിക വെള്ളം ഒഴുക്കിവിട്ടിരുന്നെങ്കിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്ന് സമത് പറഞ്ഞു. ഓപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇവിടുത്തെ മന്ത്രി പറഞ്ഞ് ഇനി നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വയൽക്കര റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ 2 കൊല്ലം മുമ്പ് ചെയ്തപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇനി കൃഷിക്ക് ഇവിടെ ഭാഗത്ത് ഒരു കംപ്ലൈൻറ്റും വരില്ല, നിങ്ങൾ ധൈര്യപ്പെട്ട് കൃഷി ചെയ്തോളാൻ പറഞ്ഞു. അതാണ് ഞങ്ങൾ ഇതേമാതിരി കഴിഞ്ഞാലും ഈ കൊല്ലം ചെയ്തത്. ഞാൻ എല്ലാ പാർട്ടിക്കാരോടും പറഞ്ഞു, അവരോടും പറഞ്ഞു, ഇവരോടും പറഞ്ഞു, പറയാത്ത ആരുമില്ല. 4 വരെ ഞാൻ പിടിച്ച് വില്ലേജ് ഓഫീസറുടെ പിന്നെ സംഭവം. നമ്മുടെ ഇവിടുത്തെ വൈസ് പ്രസിഡന്റിനോടും കാല് പിടിച്ച്, പ്രസിഡന്റിനോടും കാല് പിടിച്ച് ഇതൊന്ന് വെള്ളം വാറ്റി കളയാൻ പറഞ്ഞു. ആ വയൽക്കര ഷട്ടർ ഒന്ന് പൊക്കിയാലും മതിയായിരുന്നു. അല്ലെങ്കിൽ ഒരു ഷട്ടർ ഇവിടെ വെള്ളം കെട്ടി കിടന്നിട്ട് ഇറ്റാച്ചി വന്നത് 11-ൻ്റെ തന്നെ ഇറ്റാച്ചി വന്നത്. ആ ഇറ്റാച്ചി വന്ന് 7 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ഉള്ള വെള്ളം പോയി. 7 മണിക്കൂറിനുള്ളിൽ ചെയ്തത് 7 മണിക്കൂർ ചെയ്തത് 11 ദിവസത്തിന് മുമ്പ് കഴിഞ്ഞിട്ട് ചെയ്തത് നേരത്തെ ചെയ്യായിരുന്നെങ്കിൽ ഈ വാഴ ഒന്നും പോകില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് വെട്ടിക്കഴിയായിരുന്നു. ഞാൻ പറവൂർ ഭൂമണ ബാങ്കിൽ നിന്ന് കാർഷിക വായ്പ എനിക്ക് തരാതെ മെയിൻ്റനൻസ് എന്നും പറഞ്ഞ് 5 ലക്ഷം രൂപ വായ്പ വാങ്ങിച്ചാണ് ലോൺ എടുത്താണ് കൃഷി ചെയ്തത്. ഇപ്പോൾ 4-5 കൊല്ലമായിട്ട് ഈ പ്രശ്നം തന്നെയാണ്. നമുക്ക് ലോൺ അടക്കാനോ പിടിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. കഴിഞ്ഞ മാർച്ചിൽ ജപ്തി എന്നും പറഞ്ഞ് വന്ന് ജപ്തി ചെയ്യുന്നൊക്കെ പറഞ്ഞ് വില്ലേജ് ഓഫീസറൊക്കെ വന്ന് സ്ഥലം അളന്ന് പോയി കൊണ്ടിരിക്കുകയാണ്. ഇതും ചെയ്ത് എങ്ങനെ ഞാൻ ലോൺ അടക്കും? തുരുത്തിപ്പുറം സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കാരുണ്യ പെൻഷൻ വിതരണവും നടത്തി. ബാങ്ക് പ്രസിഡന്റ് PV രാജു ഉദ്ഘാടനം ചെയ്തു. തുരുത്തിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇക്കൊല്ലവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും 75 വയസ്സ് കഴിഞ്ഞ ബാങ്ക് അംഗങ്ങൾക്ക് കാരുണ്യ പെൻഷൻ വിതരണം ചെയ്യുകയും ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 20ഓളം വിദ്യാർത്ഥികളെ ആദരിക്കുകയും 280ഓളം പേർക്ക് കാരുണ്യ പെൻഷൻ വിതരണം ചെയ്യുകയും ചെയ്തു. ബാങ്ക് അംഗണത്തിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് PV രാജു ഉദ്ഘാടനം ചെയ്തു. ഒരു മാറ്റം നമ്മുടെ ബാങ്കിൻ്റെ പരിധിയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളാണ്. തുരുത്തിപ്പുറമായാലും വെള്ളോട്ടുംപുറമായാലും തിരുത്തൂരായാലും പുലിയന്തുരുത്തായാലും നമുക്കൊക്കെ കുട്ടികൾ പഠിച്ചു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. കാരണം കുട്ടികൾ പഠിച്ചു വന്നാൽ മാത്രമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം മാറുകയുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണ്ടൊക്കെ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കുമ്പോൾ രക്ഷിതാക്കൾ കുറുമ്പ് മൂലം കുറേ നേരം ആ കുറുമ്പ് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ആശ്വാസം കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്നതല്ല. ഇന്ന് രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് വിദ്യാലയത്തിലേക്ക് പഠിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു PTA മീറ്റിംഗ് വിളിച്ചാലും അല്ലെങ്കിൽ ആ കുട്ടികളുടെ സ്കൂളുകളിൽ ചെന്ന് കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുവാനും രക്ഷിതാക്കൾക്ക് ഇന്ന് വളരെയധികം താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളുണ്ടാകുന്ന കാരണം. 75 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കാരുണ്യ പെൻഷൻ നമ്മൾ ബാങ്കിൽ നിന്ന് ഇതേപോലെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 300 പരം ആളുകളെ 75 വയസ്സ് കഴിഞ്ഞവർ ജീവിതത്തിൻ്റെ നല്ലൊരു കാലം 10-25 വർഷത്തിന് മുകളിലായിട്ട് അല്ലെങ്കിൽ 10-30 വർഷമോ അതിലധികമോ ആയിട്ട് ബാങ്കിൽ അംഗത്വം എടുക്കുകയും നല്ല കാലത്ത് ബാങ്കിൽ വന്ന് ഒരു വായ്പ എടുക്കുകയും ബാങ്കിൻ്റെ ഇടപാടുകളുമായി സഹകരണ മേഖലയിൽ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുള്ളവരാണ് ബാങ്കിൻ്റെ അംഗങ്ങൾ.
അപ്പം അങ്ങനെയുള്ള അംഗങ്ങൾക്ക് പലരും ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ 75 വയസ്സ് കഴിഞ്ഞവർക്ക് ഇനിയിപ്പോൾ ഒരു വായ്പ എടുക്കാൻ പറ്റില്ല, വരുമാനമില്ല, വായ്പ തിരിച്ചടവ് ബുദ്ധിമുട്ടാണ്, അപ്പോൾ വായ്പ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ സഹകരണ സംഘത്തിൽ അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ ഞങ്ങൾക്ക് അംഗത്വമുണ്ട്, ഞങ്ങൾക്ക് എന്താണ് ഒന്നും തരാത്തത് നിങ്ങൾ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ കാര്യഗൗരവമായി തന്നെ അത് ആലോചിക്കുകയും നിയമപരമായി അതിനൊരു ഫണ്ട് സ്വരൂപിക്കുകയും ആ ഫണ്ട് ഉപയോഗിച്ച് മുടക്കം കൂടാതെ നമ്മൾ എല്ലാ വർഷവും കാരുണ്യ പെൻഷൻ 75 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കാരുണ്യ പെൻഷൻ നമ്മൾ ബാങ്കിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബോർഡംഗം MP മഹേഷ് അധ്യക്ഷത വഹിച്ചു. ബോർഡംഗങ്ങളായ രഞ്ജു കാർത്തികേയൻ, ലിസി ജോഷി, KJ ആന്റണി, സെക്രട്ടറി MP ഷൈമ തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിപ്പുറം സഹകരണ ബാങ്കിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പെട്രോനൈറ്റ് LNGയുടെയും വൈപ്പിൻ സർവീസ് പെൻഷനേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സഹായത്തോടെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടത്തിയ ക്യാമ്പ് KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV എബ്രഹാം അധ്യക്ഷനായി. ന്യൂട്രീഷൻ കിറ്റിന്റെ വിതരണം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ നിർവഹിച്ചു. ഡോക്ടർ പ്രവീൺ G. പൈ, LNG പ്രോജക്ട് ചീഫ് മാനേജർ ആശിഷ് ഗുപ്ത, പെൻഷനേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ KS പുരുഷൻ, ബാങ്ക് സെക്രട്ടറി KB ലിസി തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിക്കൊപ്പം കളമശ്ശേരി ഓണത്തിനുള്ള നെല്ല്, പൂവ്, പച്ചക്കറി എന്നിവയുടെ മണ്ഡലതല നടീൽ ഉദ്ഘാടനം കരുമാലൂരിൽ നടന്നു. മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് മൂലം നിലം പൊത്തിയത് 300ഓളം ഏത്തവാഴകൾ. തുരുത്തിപ്പുറം സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കാരുണ്യ പെൻഷൻ വിതരണവും സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് PV ലാജു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നമസ്കാരം.